സാംസ്കാരികവും രാഷ്ട്രീയവുമായിട്ടുള്ള നിരവധി കാരണങ്ങൾ കൊണ്ട് നമുക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത്. 34 കൊല്ലം അവിടെ CPM ഭരിച്ചതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ മിക്കപ്പോഴും രാഷ്ട്രീയ ചർച്ചകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ് ബംഗാൾ എന്ന് പറയുന്നത്. വലിയ പുരോഗമനമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും വലിയ നമ്മുടെ കഥകളിലും കവിതകളിലും അതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരിക മേഖലകളിലും രാഷ്ട്രീയത്തിലുമൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന പ്രദേശങ്ങളാണ് കൽക്കട്ടയും വെസ്റ്റ് ബംഗാളും ഒക്കെ തന്നെ. അവിടെ ഈ കഴിഞ്ഞ തവണ വരെ ഭരിച്ചുകൊണ്ടിരുന്നത് മമതാ ബാനർജി ആയിരുന്നു എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഈ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് മമതാ ബാനർജിക്ക് നേരിട്ടത്. വലിയ ഭൂരിപക്ഷത്തോടുകൂടി അവിടെ ജയിച്ചു വന്നിട്ടുള്ളത് BJP ആണ്. അവിടെ BJPയുടെ മുഖ്യമന്ത്രിയായി മാറിയിട്ടുള്ളത് മമതാ ബാനർജിയുടെ തന്നെ ശിഷ്യനായിരുന്ന അവരുടെ പാർട്ടിയിൽ നിന്ന് പിണങ്ങിപ്പോയി BJPയിൽ ജോയിൻ ചെയ്തിട്ടുള്ള സുവേന്ദു അധികാരിയാണ്. അപ്പോൾ ഈ സുവേന്ദു അധികാരി അവിടെ ജയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടുകളെയൊക്കെ തന്നെ ഡിവൈഡ് ചെയ്യാൻ, ഭിന്നിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞതുകൊണ്ടാണ്. അതിൻ്റെ കണക്കുകളും സ്റ്റാറ്റിസ്റ്റിക്സിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഉദാഹരണത്തിന് നമുക്കറിയാം ഹുമയൂൺ കബീർ എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ തന്നെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഹുമയൂൺ കബീർ നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ MLA ആയിരുന്നു. മമതാ ബാനർജിയുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് അദ്ദേഹം BJPയോട് അടുക്കുകയും BJPയോട് അടുത്തു എന്നുള്ളത് അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ രഹസ്യമായിട്ട് അദ്ദേഹം BJPയോട് അടുത്തു എന്ന് പറയുന്ന ഒരു സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടെ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അവിടെ ബാബറി മസ്ജിദിൻ്റെ ഒരു റെപ്ലിക്ക, അതായത് ഒരു ബാബറി മസ്ജിദ് എന്ന് പറയുന്നത് അവിടെ പണിയാൻ പോവുകയാണ് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞതിന് വലിയ പിന്തുണയാണ് കിട്ടിയത്. അതിന് വരുന്ന ആളുകൾക്കെല്ലാം വലിയ ഭക്ഷണമൊക്കെ കൊടുത്തുകൊണ്ടുള്ള വലിയ പരിപാടികൾ, ചടങ്ങുകളൊക്കെ തന്നെ അദ്ദേഹം നടത്തി. ഒരു സ്റ്റിംഗ് ഓപ്പറേഷനിൽപ്പെട്ട് അദ്ദേഹം തുറന്നു പറയുന്നത് ഇതിനു വേണ്ടിയിട്ട് 1000 കോടി രൂപ ഓഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിനെന്നും അതിൻ്റെ ആദ്യ ഗഡുവായിട്ടുള്ള 200 കോടി രൂപ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതുമൊക്കെയാണ് പറയുന്നത്. ആ സ്റ്റിംഗ് ഓപ്പറേഷൻസ് ഒക്കെ നടത്തിയെങ്കിൽ പോലും അവിടെയുള്ള മുസ്ലിം സമുദായത്തിലെ ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അവരിടക്കോട്ടൊന്നും ഈ മെസ്സേജ് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഹുമയൂൺ കബീറൊക്കെ തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ നിന്ന് ജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 2 സ്ഥലങ്ങളിൽ അദ്ദേഹം മത്സരിച്ചു. 2 സ്ഥലങ്ങളിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തിന് അദ്ദേഹം ജയിച്ചു എന്നുള്ളതാണ് വാസ്തവം. ആ ജയിച്ചിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇദ്ദേഹവും അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിയും അതുപോലെ നിരവധി പാർട്ടികളും ഒക്കെ തന്നെ നിന്നുകൊണ്ട് മുസ്ലിം വോട്ടുകളെ, മുസ്ലിങ്ങൾക്ക് 50-54% ഒക്കെ പോലെ വോട്ടുള്ള മണ്ഡലങ്ങളിൽ പോലും ആ മുസ്ലിം വോട്ടുകളെ വളരെ കൃത്യമായി, വളരെ പ്ലാൻഡായി, ഗംഭീരമായ തന്ത്രം പ്രയോഗിച്ചുകൊണ്ട് അതിനെയൊക്കെ തന്നെ ഭിന്നിപ്പിക്കുകയും അങ്ങനെ ഭിന്നിപ്പിച്ച് അവരുടെ വോട്ടുകൾ പോകുമ്പോൾ കഴിഞ്ഞ തവണത്തെ അത്തരം തന്നെ വോട്ടുകൾ പിടിച്ചിട്ടുള്ള BJP സ്ഥാനാർത്ഥികൾ ജയിക്കുകയുമാണ് അവിടങ്ങളിലൊക്കെ തന്നെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ നിരവധി സ്ഥലങ്ങളിൽ ഇപ്പോൾ ഒരുപാട് മണ്ഡലങ്ങളുടെ കണക്കുകൾ എൻ്റെ കയ്യിലുണ്ട്. ഇതൊക്കെ ഞാനിപ്പോൾ പറയുന്നില്ല, നിങ്ങളോട് വിസ്താര ഭയം കൊണ്ട് ഞാനത് പറയുന്നില്ല. മറ്റ് ഏതെങ്കിലും വീഡിയോകളിൽ നമുക്കത് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പരാജയം സംഭവിച്ചത് ഇതുകൊണ്ട് കൂടിയാണ്. കാരണം സ്വന്തം വോട്ട് ബാങ്കുകളെ, മറ്റ് മുസ്ലിം സംഘടനകളെയും കാൻഡിഡേറ്റുകളെയൊക്കെ നിർത്തിക്കൊണ്ട് അത് ഭിന്നിപ്പിക്കാൻ വളരെ കൃത്യമായിട്ട് അമിത്ഷായ്ക്ക് കഴിഞ്ഞു എന്നുള്ളതൊരു വാസ്തവമാണ്. അപ്പോൾ അത്തരത്തിലാണ് വലിയ പരാജയം മമതാ ബാനർജി ഏറ്റുവാങ്ങിയത്. കാരണം മമതാ ബാനർജിയുടെ സ്ട്രോങ് ഹോൾഡായിട്ടുള്ള നിരവധി സീറ്റുകളിൽ അവരങ്ങനെ തോറ്റു എന്നുള്ളത് വാസ്തവമാണ്. അതിൻ്റെ എല്ലാം ആകത്തുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അവിടെ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഹക്കീംപൂരിൻ്റെ BSFിൻ്റെയൊക്കെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റ് 24 നോർത്ത് പർഗനാസ് എന്ന് പറയുന്ന ജില്ലയിൽ അവിടെ കുട്ടികളും അതുപോലെ തന്നെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ തന്നെ ചേർന്നുകൊണ്ട് തമ്പടിച്ച് ആ ചെക്ക് പോസ്റ്റുകളിൽ ഇരിക്കുകയാണ്. എന്താണ് സംഭവമെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് തോന്നാം. ആ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ ചെക്ക് പോസ്റ്റ് കടന്ന് ബംഗ്ലാദേശിലേക്ക് തിരികെ പോകാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം ബംഗ്ലാദേശിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് വരാൻ കൊതിക്കുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ബംഗ്ലാദേശികളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ തിരികെ എങ്ങനെയെങ്കിലും ബംഗ്ലാദേശിലേക്ക് എത്തണമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് സുവേന്ദു അധികാരി എന്ന് പറയുന്ന അവിടുത്തെ ബംഗാൾ മുഖ്യമന്ത്രി തന്നെ ഒരു മനുഷ്യപ്പറ്റുമില്ലാതെ ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജൽദി ഭാഗോ എന്നാണ്. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓടൂ ഇവിടെ നിന്ന്, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ പിടിച്ച് ജയിലിനകത്ത് അടക്കും എന്നാണ്. മുർഷിദാബാദിൽ അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള ആളുകളെ ഡിറ്റൻഷൻ ചെയ്യാനായിട്ട് അവരെ ഈ പറയുന്ന പോലെ ഡിറ്റക്റ്റ് ചെയ്യുക, അതിനുശേഷം ഡിലീറ്റ് ചെയ്യുക, ഡീപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു വലിയ ക്യാമ്പയിനുമായിട്ടാണ് അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള ആളുകളെല്ലാം തന്നെ പിടിച്ച് തിരിച്ചയക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. തിരിച്ചയക്കുന്നതിൽ ഇപ്പോൾ തെറ്റുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇല്ലീഗലായിട്ട് ഇങ്ങോട്ട് മൈഗ്രൻ്റ് ചെയ്തിട്ടുള്ള ആളുകളെ ഒരു രാജ്യത്തിനും വളരെ സഹിഷ്ണുതയോടുകൂടി ഒന്നും കാണാൻ പറ്റില്ല. പക്ഷേ എങ്കിലും നമ്മൾ കുറച്ചുകൂടി മര്യാദയോടുകൂടി ആളുകളോട് പെരുമാറണം. കാരണം ഈ അതിർത്തികളൊക്കെ ജനങ്ങൾ വരച്ചതാണ്, നമ്മൾ വരച്ചതാണ്. യഥാർത്ഥത്തിൽ ഈ അഫ്ഗാനിസ്ഥാനും ഈ നമ്മുടെ ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെ തന്നെ നമ്മുടെ രാജ്യമായിരുന്നു. പിന്നൊരു വിഭജനത്തിൻ്റെ ഭാഗമായിട്ടാണ് അതിന് അതിർത്തികൾ വന്നത് എന്നൊന്നും മറന്നു പോകരുത്. കൂടാതെ
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അവരോടൊക്കെ മനുഷ്യരാണ്. ഈ അതിർത്തികൾക്ക് അപ്പുറത്തുള്ള മനുഷ്യത്വം നമുക്ക് വേണം. അവരൊക്കെ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ നാട്ടിലേക്ക് വന്നത് അവിടത്തെയുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള വലിയ ഫൈറ്റ് ഉണ്ടായപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ നിൽക്കാൻ പറ്റാതെ ഇങ്ങോട്ട് ഓടിപ്പോന്നിട്ടുള്ള ആളുകളുണ്ട്. പിന്നെ ഇക്കണോമിക് റീസൺ കൊണ്ട് അവിടെ വലിയ ദാരിദ്ര്യമായിരുന്നു, കൊടിയ പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ജീവിക്കാനുള്ള കൊതി കൊണ്ട് ഇങ്ങോട്ട് പോന്നിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും ഈ ബംഗ്ലാദേശികളായിട്ടുള്ള ആളുകളെക്കുറിച്ചൊക്കെ തന്നെ ഒരു ഫിയർ കഴിഞ്ഞ കുറേ വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതൊക്കെ തന്നെ വളരെ രാഷ്ട്രീയമായിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ അവരിൽ ആരെങ്കിലും തന്നെ ഏതെങ്കിലും ഒരു അക്രമ സംഭവത്തിൽ ഉൾപ്പെട്ടാൽ ഇന്ത്യയിൽ നടക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് അക്രമ സംഭവങ്ങളിൽ പലതും നമ്മൾ അറിയാതെ പോവുകയും, പക്ഷേ ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ നാഷണൽ മീഡിയകളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയൊക്കെ തന്നെ വലിയ തോതിൽ ഉയർത്തിക്കാട്ടുകയും ചെയ്യും. അത് വലിയ സെൻസേഷനാക്കുന്ന വിദ്യയുമൊക്കെ ഭരണകൂടങ്ങൾ കാണിക്കും. കാരണം ഇത്തരത്തിലുള്ള ഒരു വെറുപ്പ് വെറുപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ബോധപൂർവമായി ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യമൊക്കെ നേരത്തെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആസാമിൽ നമുക്കറിയാം ഓൾ ആസാം സ്റ്റുഡൻസ് യൂണിയനും ആസാം ഗണപരിഷത്തും ഒക്കെ തന്നെ ഇതേപോലെ തന്നെ ഈ ഫോറിൻ നാഷണൽസിനെയൊക്കെ പറഞ്ഞു വിടണം എന്ന് പറയുകയും ആസാം അക്കോർഡ് 1985 ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുള്ള വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എല്ലാ സംസ്ഥാനങ്ങളിലും തന്നെ ഇത്തരത്തിലുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു മന്യരോടൊരു വെറുപ്പ് പ്രകടിപ്പിക്കാൻ നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു യൂണിറ്റി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആസാമിൽ പലപ്പോഴും പല പാർട്ടികളും വളരെ സുഖകരമായി വിജയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം ഇതിൻ്റെയൊക്കെ പ്രശ്നമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ ഏതാണ്ട് അകത്തേക്ക് അല്പം കയറിക്കിടക്കുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. 4000-ലധികം വരുന്ന 4096 കിലോമീറ്ററുകളാണ് അതിൻ്റെ അതിർത്തി എന്ന് പറയുന്നത്. 2500 മൈലുകൾ വരും. അത് വെസ്റ്റ് ബംഗാൾ, ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം ഇത്തരത്തിലുള്ള അത് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തികൾ പങ്കിടുന്നതാണ്. ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു റൈറ്റപ്പ് ഞാൻ വായിച്ചു. സഞ്ജീവ് ത്രിപതി എന്ന് പറയുന്ന ഫോർമർ ഹെഡാണ്, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെയാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചിരുന്നു. അതിൽ പറയുന്നത് റെഫ്യൂജീസ് ആയിട്ടും അതുപോലെ തന്നെ ഇക്കണോമിക് റീസൺസ് കൊണ്ടും എങ്ങനെയാണ് ഇവർ ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നത്. അവർ നമ്മളെ ആക്രമിക്കാനൊന്നും വന്നതല്ല, പാവം പിടിച്ച സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് എല്ലാവരും തന്നെ. അവർ ഇവിടുത്തെ ഏറ്റവും ചെറിയ ജോലികളെടുത്ത് അന്നന്നത്തെ ഭക്ഷണം കഴിച്ച് സ്വന്തം കുടുംബവുമായിട്ട് മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാൻ വേണ്ടി വന്നവരാണ്. ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയാതിരുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് അവർക്കൊരു സങ്കടവുമില്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഈ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് നിന്ന് ഇരിക്കാൻ കഴിയുന്നത് എന്നുള്ളതൊക്കെ തന്നെ വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി മറ്റു ചില കണക്കുകൾ കൂടി നിങ്ങളോട് പറയാം. 2001 സെൻസസിൽ പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 3.1 മില്യണോളം വരുന്ന ആളുകളുണ്ടായിരുന്നു എന്നുള്ളതാണ്. രണ്ട് കണക്കുകൾ നോക്കിയപ്പോഴും 2011 സെൻസസിൽ അത് 2.3 മില്യൺ ആയിട്ടുണ്ട്. അത് കുറഞ്ഞോ ഇല്ലയെന്ന് എനിക്കറിയില്ല, പക്ഷേ അത്തരത്തിലുള്ള ഒരു സെൻസസാണ് അതിൽ കാണിക്കുന്നത്. പക്ഷേ 21 ഫെബ്രുവരി 2004 ഇന്ത്യൻ ഹോം മിനിസ്ട്രി, ഈ പറഞ്ഞ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ മന്ത്രിയായിരുന്ന ശ്രീപ്രകാശ് ജസ്വാൾ പറഞ്ഞേക്കണത്, പാർലമെൻറ്റിൽ അദ്ദേഹം പറഞ്ഞേക്കുന്നത് ഇന്ത്യയിൽ 12 മില്യൺ, അതായത് 1,20,00,000 വരുന്ന ആളുകൾ ബംഗ്ലാദേശിൽ നിന്നുണ്ട് എന്നുള്ളതാണ്. 2016 ഇത് കിരൺ റിജിജു അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ് ആയിരുന്നു അന്ന് അദ്ദേഹം. 20 മില്യണോളം വരുന്ന ബംഗ്ലാദേശികളുണ്ടെന്നാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാണ്ട് ഊഹിക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഈ മന്ത്രിമാർ ആദ്യം പറഞ്ഞ ശ്രീപ്രകാശ് ജസ്വാളൊക്കെ തന്നെ ഈ അഭിപ്രായം പിന്നീട് മാറ്റിയിട്ടുണ്ട്, വലിയ എതിർപ്പ് വന്നതുകൊണ്ട്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഏതാണ്ട് 1,20,00,000-നും ഏതാണ്ട് 2 കോടിക്കും ഇടയിലുള്ള ബംഗ്ലാദേശികൾ ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ്. ഫെബ്രുവരി 2020 ഒരു തവണ BBC കൊടുത്തിട്ടുള്ള ഒരു ഇതിൽ ഇന്ത്യൻ ഹോം അഫയേഴ്സ് മിനിസ്ട്രി കൃഷ്ണ റെഡ്ഡി പറയുന്നുണ്ട്, ബംഗ്ലാദേശ് ഹാഫ് എംപ്റ്റി ആകും, അതായത് അവർ ഈ പറയുന്ന പോലെ പകുതി ഒഴിഞ്ഞു പോകും ഇന്ത്യൻസ് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള ആളുകളെ ഇങ്ങോട്ട് വരാൻ ഞങ്ങൾ ഫ്രീ ആയിട്ട് സമ്മതിച്ചാൽ എന്നുള്ളതൊക്കെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ രാജ്യത്തെ ജീവിതം വലിയ ദുസ്സഹമാണ്, ദുരിതമാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ ചില ഇൻഡെക്സുകളിൽ ഇപ്പോൾ അവർ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. സൗത്ത് ഇപ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ GDPയുടെ ഗ്രോത്ത് ഉള്ള ഒരു ഇക്കോണമിയായി ഇന്ത്യയെ മറികടന്ന് ബംഗ്ലാദേശ് വന്നിട്ടുണ്ട് ഷെയ്ഖ് ഹസീനയൊക്കെ വന്ന സമയത്ത് എന്നുള്ളതൊക്കെ തന്നെ വാസ്തവമാണ്. പക്ഷെ അതിനു മുമ്പാണ് നിരവധി ആളുകൾ ഇന്ത്യയിലേക്കൊക്കെ തന്നെ ഇതുപോലെ കയറി പാർത്തിട്ടുള്ളത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവരെല്ലാവരും തന്നെ പോയിക്കോളൂ, ആ പോയില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ
ഈ പറയുന്ന പോലെ നിങ്ങളെ ഡിറ്റക്റ്റ് ചെയ്യും, അതിനുശേഷം ഡിലീറ്റ് ചെയ്യും, പിന്നെ ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യും, ഞങ്ങളുടെ രേഖകളിൽ നിന്നല്ല നിങ്ങൾ ഡിലീറ്റ് ചെയ്യും, എന്നിട്ട് ഡീപ്പോർട്ട് ചെയ്യും എന്ന് പറയുന്ന അതികർശനമായിട്ടുള്ളൊരു നടപടിയാണ് എടുത്തിട്ടുള്ളത്. അതെടുക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഇതെടുക്കുന്നതിൻ്റെ പിന്നിലെ രാഷ്ട്രീയ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു വെറുപ്പ് സൃഷ്ടിച്ചുകൊണ്ട് നമ്മൾ അവരെ ഒറ്റപ്പെടുത്തുക എന്നുള്ളത് കൂടിയാണ്. യഥാർത്ഥത്തിൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഇത് വലിയ പോപ്പുലറായിട്ടുള്ള അഭിപ്രായമൊന്നും ആയിരിക്കില്ല എന്ന് നമുക്കറിയാം. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അതിർത്തികൾക്കും അപ്പുറത്തുള്ള ഒരു മനുഷ്യ സ്നേഹം നമുക്ക് വേണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇന്ത്യക്കാരായിട്ടുള്ള നിരവധി ആളുകൾ ഇതുപോലെ തന്നെ US-ലും UK-ലും അതുപോലെ തന്നെ പല യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ തന്നെ ഇതുപോലെ അഭയാർത്ഥികളായിട്ടും അതുപോലെ തന്നെ പലപ്പോഴും ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ടും ഒക്കെ തന്നെ ജോലി എടുക്കുന്നുണ്ട്, ജീവിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം കാണാൻ നമ്മൾ വേറെ എവിടെ പോകണ്ട. അമേരിക്കക്കാർ കഴിഞ്ഞ തവണ ഡൊണാൾഡ് ട്രംപ് വന്നപ്പോൾ വലിയ കർശനമായിട്ടുള്ള ഇതുപോലെ വെറുപ്പിൻ്റെ ഒരു രാഷ്ട്രീയം അവിടെ പടർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം നമ്മുടെ ആളുകളെയൊക്കെ തന്നെ ഇങ്ങോട്ട് ചങ്ങലക്ക് കൈയും കാലും ചങ്ങലക്ക് ഇട്ടുകൊണ്ട് ഇങ്ങോട്ട് അയച്ചതൊക്കെ തന്നെ നമ്മൾ ഓർമ്മയുണ്ടാവും. അതൊക്കെ കേട്ടപ്പോഴും കുറേ ആളുകളൊക്കെ പറഞ്ഞു അവരെല്ലാവരും തന്നെ ക്രിമിനൽസ് ആണെന്നൊക്കെ പറഞ്ഞു. എല്ലാവരും ക്രിമിനൽസ് ആണെങ്കിൽ അവിടെ തന്നെ ശിക്ഷിക്കും, അല്ലാതെ ക്രിമിനൽസിനെ ഒന്നും ഡീപ്പോർട്ട് ചെയ്ത് അപ്പുറത്തേക്ക് വിടില്ല. ഇതിൽ യഥാർത്ഥ കാര്യമെന്ന് പറയുന്നത് അവരെ ഡീപ്പോർട്ട് ചെയ്യണമെങ്കിൽ തന്നെ കുറച്ചുകൂടി മാന്യമായ രീതിയിൽ അവരെ പറഞ്ഞു വിടണമെന്നാണ്. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ സുവേന്ദു അധികാരി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അദ്ദേഹം ഏതാണ്ട് ഹിമന്ത ബിശ്വ ശർമ്മക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഹിമന്ത ബിശ്വ ശർമ്മ ചെന്ന് കഴിഞ്ഞപ്പോൾ RSSനേക്കാൾ വലിയ RSSും സംഘപരിവാറിനേക്കാൾ വലിയ സംഘപരിവാറും ഏതാണ്ട് പ്രവീൺ തൊഗാഡിയേക്കാൾ വലിയ വിദ്വേഷ പ്രസംഗകനുമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ അദ്ദേഹത്തിനെ പോലെ തന്നെ ഏതാണ്ട് സുവേന്ദു അധികാരി പറയുന്നത് ജൽദി ഭാഗോ എന്നാണ്, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടെ ഓടും അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ പിടിക്കുമെന്നാണ്. കൂടാതെ അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകം എന്ന് പറയുന്നത് എന്തിനാണ് നമ്മുടെ ഇന്ത്യക്കാരുടെ ടാക്സ് പേയേഴ്സ് മണി കൊണ്ട് ഇവർക്ക് ഫുഡും ക്ലോത്തും മെഡിസിനും ഒക്കെ കൊടുക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരൊന്നും ജയിലിലടച്ച് വെറുതെ സമയം കളയേണ്ട, ജൽദി ജൽദി ഭാഗോ എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ പറയുന്നതിൽ ഒരു ഈ പറഞ്ഞ പോലെ മനുഷ്യപ്പറ്റില്ലായ്മ നമുക്ക് കൃത്യമായിട്ട് കാണാം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയേണ്ടത് പാകിസ്ഥാനിലാണെങ്കിലും ജർമ്മനിയിലാണെങ്കിലും ബംഗ്ലാദേശിലാണെങ്കിലും ശ്രീലങ്കയിലാണെങ്കിലും ഇത്തരത്തിൽ എവിടെയാണെങ്കിലും ശരി, അവിടെ എല്ലാം ഉള്ളത് തന്നെ മനുഷ്യരാണ്. പലപ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തീവ്ര ദേശീയതയും തീവ്ര മതബോധവും ഒക്കെ വളരുമ്പോഴുള്ള പ്രശ്നം നമ്മൾ അന്യരെ വെറുക്കാൻ പഠിക്കും, നമ്മളുടെ ഉള്ളിലുള്ള മനുഷ്യത്വം ഇല്ലാതാകും എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 4, 5, 6 വയസ്സുള്ള നിരവധി കുട്ടികൾ അവരുടെ അമ്മമാർ അച്ഛന്മാർ എല്ലാവരും കൂടി ഒരു ഹക്കിംപൂറിലെ പറഞ്ഞ പോലെ ഒരു BSF ക്യാമ്പിനകത്തുള്ള സ്ഥലത്ത് അതിൻ്റെ ചെക്ക് പോസ്റ്റ് അടുത്ത് വന്ന് തമ്പടിച്ച് ദിവസങ്ങളായി അവർ അവിടെ തന്നെ ഇരിക്കുകയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. നമ്മുടെയൊക്കെ കുട്ടികൾക്കോ നമ്മുടെയൊക്കെ വീട്ടിലെ ആർക്കെങ്കിലുമാണ് ചിലപ്പോൾ നമ്മളെയൊക്കെ നാളെ റഷ്യയിലോ ചൈനയിലോ മറ്റെവിടെയെങ്കിലും ഉക്രൈനിലോ ഒക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികളടക്കമുണ്ട്. അവർക്കൊക്കെ ഇങ്ങനെ ഇരിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതി ഉണ്ടായെങ്കിൽ എന്തായിരിക്കും ഒരവസ്ഥ എന്നുള്ളത് കൂടി നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോഴും മെക്സിക്കോ വഴി നിരവധി ആളുകൾ അമേരിക്കയിലേക്കൊക്കെ കുടിയേറുന്നവരിൽ ഇന്ത്യക്കാരുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. ലോകം മുഴുവൻ ഇന്ത്യൻ പ്രവാസി സമൂഹമുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ അവരോടൊക്കെ തന്നെ ഒരു മനുഷ്യത്വപരമായിട്ടുള്ള സമീപനം ഗവൺമെൻറ്റുകൾ കൈക്കൊള്ളണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ കൂട്ടത്തിൽ ക്രിമിനലുകളോ മോശപ്പെട്ട ആളുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് ജയിലിലടക്കം ട്രീറ്റ് ചെയ്യാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ അതല്ലാതെയുള്ള ആളുകളുണ്ടെങ്കിൽ ജീവിക്കാൻ വേണ്ടി എന്തായാലും ഇത്രത്തോളം ലക്ഷക്കണക്കിന് ആളുകൾ 1,20,00,000 2 കോടി കണക്കുള്ള ആളുകൾ മുഴുവൻ ക്രിമിനലുകളാവില്ലല്ലോ. അപ്പോൾ അവരോട് കുറേ കൂടി മനുഷ്യത്വപരമായ സമീപനം ഉണ്ടാകണം. പലപ്പോഴും പല യൂറോപ്യൻ കൺട്രീസും ഒക്കെ ചെയ്യുന്നത് പോലെ ഈ ബ്രിട്ടനും ഒക്കെ ചെയ്യുന്നത് പോലെ അവരെ നല്ല സ്ഥലങ്ങളിൽ താമസിപ്പിച്ച് അവരെ തിരിച്ച് ഡീപ്പോർട്ട് ചെയ്യാനുള്ള നടപടികൾ ഗവൺമെൻറ് എടുക്കണം. അതാണ് ഇന്ത്യയുടെ പാരമ്പര്യം, അതാണ് ഇന്ത്യയുടെ ഇപ്പോൾ നല്ല മനസ്സും എന്നുള്ളത് അധികാരികൾ മനസ്സിലാക്കണം. അല്ലാതെ സുവേന്ദു അധികാരി പറയുന്നത് പോലെ പെട്ടെന്ന് ഓടും അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ പിടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഭയപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്. കാരണം ഏറ്റവും ആദ്യം നമ്മൾ മനുഷ്യനാവണം, രണ്ടാമത് നമ്മൾ ഭാരതീയനാവണം, മൂന്നാമത് നമുക്ക് ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യനോ എന്തു വേണമെങ്കിലും ആകാം.